നമസ്കാരം. രാഹുൽ ഗാന്ധി മോദി സർക്കാരിൻ്റെ ഐശ്വര്യം. സത്യത്തിൽ രാഹുൽ ഗാന്ധി തന്നെയാണോ മോദി സർക്കാരിൻ്റെ ഐശ്വര്യം? ഈ അടുത്തിടെ ഡൽഹിയിൽ CJP പാർട്ടി നടത്തിയ പ്രക്ഷോഭവും ആ പ്രക്ഷോഭത്തിൽ CJP പാർട്ടിയുടെ പ്രക്ഷോഭത്തിനെ അവർക്ക് വേണ്ടി മുന്നിൽ നിന്ന് നയിക്കുന്ന നിലയിലേക്ക് രാഹുൽ ഗാന്ധി മാറുകയും ചെയ്തു. ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിലും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിലും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും രാഹുൽ ഗാന്ധി ഇത്തരം സമരം നടത്തുമ്പോൾ അത് കോൺഗ്രസ്സിന് എന്തെങ്കിലും തരത്തിൽ പ്രതിപക്ഷത്തിന് നേട്ടമാകാൻ സാധ്യതയുണ്ടോ? രാഹുൽ ഗാന്ധി തുന്നിവെച്ച പ്രധാനമന്ത്രി കുപ്പായം അദ്ദേഹത്തിന് എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടി വരുമോ? യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ നെഹ്റു കുടുംബമല്ലാതെ മറ്റാരെങ്കിലും വരേണ്ടതല്ലേ? കേരളത്തിൽ നിന്ന് നിരവധി നേതാക്കൾ ദേശീയ തലത്തിൽ ഉയർന്നു വരാൻ അത്രയും കഴിവുള്ളവർ തന്നെ ഉണ്ടായിരുന്നു. കെ കരുണാകരൻ, AK ആൻ്റണി, ഉമ്മൻചാണ്ടി, ഇപ്പോൾ KC വേണുഗോപാൽ വരെ. ഇത്രയും പേർ പറയുമ്പോൾ ശശി തരൂർ എന്ന ലോകമറിയുന്ന വ്യക്തിത്വത്തെയും നമ്മൾ പറയാതെ പോകരുത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ ഇന്ത്യ ഒട്ടാകെ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ആ പാർട്ടിക്ക് ഏറ്റവും വലിയ ബാധ്യത നെഹ്റു കുടുംബം ആവുകയാണോ? നെഹ്റു കുടുംബം ആ പാർട്ടിക്ക് വലിയ ബാധ്യതയാവുകയാണോ? രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റാരെങ്കിലും നെഹ്റു കുടുംബത്തിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയിൽ ഒരാൾ ഉയർന്നു വരേണ്ടതല്ലേ? അങ്ങനെ ഒരു മാറ്റത്തിന് കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ടും മുതിരുന്നില്ല? കോൺഗ്രസിന് ഒരു നേതാവ് നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാതെ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ കേരളത്തിലും കർണാടകത്തിലും ചുരുക്കം ചില സംസ്ഥാനങ്ങളിലും ലഭിക്കുന്ന ആ പ്രാധാന്യം ഇനി വരും നാളുകളിൽ ഭാവിയിൽ അതുകൂടി ഇല്ലാതാകും. BJP ദേശീയ തലത്തിൽ ഉയർത്തുന്ന പല വിമർശനങ്ങളും അത് നെഹ്റുവിൻ്റെ കാലം മുതലുള്ള വിമർശനങ്ങളാണെങ്കിൽ പോലും അതിനുള്ള ഉത്തരം രാഹുൽ ഗാന്ധി പറയേണ്ട അവസ്ഥയാണെന്നുള്ളത്. മറ്റൊരു കാര്യം നാം ഇവിടെ പറഞ്ഞു, കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ അവർക്കൊക്കെ തന്നെ ദേശീയ തലത്തിൽ നേതൃത്വത്തിൽ ഉയർന്നു വരാൻ യോഗ്യതയുള്ളവരായിരുന്നു. എന്നിട്ടോ മറിച്ച് BJPയിലാണെന്നുണ്ടെങ്കിൽ ഗുജറാത്ത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഇന്ന് 3 വട്ടം നമ്മുടെ മഹാരാജ്യത്തിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. 3-ാം വട്ടമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നത്. അതാണ് ആ പാർട്ടിയുടെ മിടുക്ക്. അദ്ദേഹം ഇന്ന് ലോകമറിയുന്നൊരു നേതാവാണ്. അതാണ് BJP എന്ന പാർട്ടിയെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇന്നിപ്പോൾ ഒരു ശശി തരൂർ അല്ലാതെ ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ ലോകമറിയുന്നൊരു വ്യക്തിത്വം കോൺഗ്രസ് പാർട്ടിയിലുണ്ടോ? ആരാണുള്ളത്? നെഹ്റു കുടുംബത്തിൽ നിന്നുള്ളവരാരെങ്കിലും ആണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും അറിഞ്ഞെന്ന് വരാം. അതായത് ഇത്രയും പറയുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ 3-ാമതൊരു തവണ, അതായത് തുടർച്ചയായി 3 തവണ ഇന്ത്യ ഭരിക്കുമ്പോൾ ഇപ്പോൾ ഈ 3-ാം തവണ മോദി സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ രാജ്യത്തൊരു പ്രതിപക്ഷം എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും നയിക്കുന്ന സമര പരിപാടികൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് എത്ര കണ്ട് നേട്ടമാകും എന്നത് നാം കാണാതെ പോകരുത്. ഇപ്പോൾ ഈ കഴിഞ്ഞ നാളുകളിൽ രാഹുൽ ഗാന്ധി നയിച്ച സമരപരിപാടികൾ തുടങ്ങി ഇന്നലെ ഡൽഹിയിൽ അദ്ദേഹം പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ കുത്തിയിരിപ്പ് സമരം വരെ നാം ഇവിടെ പറയണം. രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണി അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നമുക്കൊന്ന് ചെറുതായെങ്കിലും പറഞ്ഞു പോകാതെ നിവർത്തിയില്ല. രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ പ്രകടനങ്ങൾ വെറും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദമായിരിക്കുമോ? അതോ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമായി മാറ്റാനുള്ള കഴിവ് INDA മുന്നണിക്ക് ഉണ്ടോ? അതായത് INDA മുന്നണിക്ക് പൂർണ്ണമായി അതിന് കഴിയുമോ? അത്തരത്തിൽ ആ മുന്നണി രൂപപ്പെട്ടിട്ട് തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അങ്ങനൊരു മുന്നണി ഉണ്ടോ? രാഹുൽ ഗാന്ധി ശക്തനാണ്. 2024 കോൺഗ്രസ് ശക്തമാണ് താനും. പ്രാദേശിക പാർട്ടികൾ സ്വന്തം സംസ്ഥാനങ്ങളിൽ ശക്തമാണ്. പക്ഷേ കോൺഗ്രസും അവരും തമ്മിലുള്ള പരസ്പര വിശ്വാസം വളരെ ദുർബലമാണ്. ചില സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസുമായുള്ള പരസ്പര വിശ്വാസം വളരെ ദുർബലവുമാണ്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെയാണ് സീറ്റ് പങ്കുവെക്കൽ രാഷ്ട്രീയം അതിൽ ഏറ്റവും വലിയ വിഷമമാകുന്നത്. അതായത്
ഒരു നേതാവിൻ്റെ കീഴിൽ ഉള്ള സ്വീകാര്യത, അതായത് ഒരു പാർട്ടിക്ക് ഒരു നേതാവ്, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നേതാവ്, കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണി, അതൊരു ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു സ്വീകാര്യത ഇതുവരെയും ഈ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് ആ സ്വീകാര്യത ഇന്ത്യ മുന്നണിയിൽ കിട്ടിയിട്ടില്ല. ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ പ്രശ്നം ആരാണ് നേതാവ് എന്നതിനെക്കുറിച്ചാണോ എന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ആരൊക്കെയാണുള്ളത്? സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ്, തൃണമൂൽ കോൺഗ്രസിന് മമതാ ബാനർജി, RJDക്ക് തേജസ്വി യാദവ്, ശിവസേനയ്ക്ക് ഉദ്ധവ് താക്കറെ, DMK ആണെങ്കിൽ ഇപ്പോൾ മുന്നണിയിൽ നിന്ന് പുറത്തുമാണ്. AAP ഇപ്പോൾ അകലം പാലിച്ചാണ് നിൽക്കുന്നത്. ലെഫ്റ്റ് പാർട്ടികൾ സ്വന്തം സംസ്ഥാന രാഷ്ട്രീയത്തിലെ താല്പര്യങ്ങൾ നോക്കിയാണ് നിൽക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ INDA മുന്നണിയിൽ സീറ്റ് വിഭജനം പലപ്പോഴും ഒരു കീറാമുട്ടിയാണ്. ഇതൊക്കെ പറയുമ്പോൾ തമിഴ്നാട്ടിൽ DMK INDA മുന്നണിക്ക് ഒരു വലിയ രാഷ്ട്രീയ, അതായത് DMK തമിഴ്നാട്ടിൽ INDA മുന്നണിയിൽ നിന്ന് പോകുന്നത് INDA മുന്നണിക്ക് ഒരു രാഷ്ട്രീയ നഷ്ടം തന്നെയായിരിക്കും, ഒരു വലിയ നഷ്ടം തന്നെയായിരിക്കും. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ കാലാവസ്ഥ മാറി. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ച് നടൻ വിജയ് മുഖ്യമന്ത്രിയായപ്പോൾ വിജയിന് കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കാനായി കൂടെ നിന്നു. അപ്പോൾ DMK ശരിക്കും തമിഴ്നാട്ടിൽ പ്രതിപക്ഷത്തും കോൺഗ്രസ് TVK എന്ന വിജയുടെ പാർട്ടിക്ക് പോവും. അങ്ങനെ കോൺഗ്രസ് DMK ബന്ധം പൊളിയുന്നു. തമിഴ്നാട്ടിൽ ഇപ്പോൾ കോൺഗ്രസ് ഒന്നുമല്ല. DMK BJPക്ക് ഒപ്പം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത തലവേദനയായി അഖിലേഷ് യാദവ്. അഖിലേഷ് യാദവും BJPയും തമ്മിലായിരിക്കും ഏറ്റവും കൂടുതൽ മത്സരം നടക്കാൻ പോകുന്നത്. അവിടെ കോൺഗ്രസിന് സീറ്റ് വേണമെന്ന വാദം വന്നാൽ എന്തു വന്നാലും UPയിൽ സീറ്റ് കിട്ടാൻ വേണ്ടി കോൺഗ്രസും അഖിലേഷ് യാദവും തമ്മിലൊരു അടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത, യോജിച്ചു പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. എന്ത് വന്നാലും UPയിൽ കോൺഗ്രസിന് സീറ്റ് കിട്ടിയാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഇതാണ് UPയിലെ ഏറ്റവും വലിയ തർക്ക വിഷയം. ഇങ്ങനെ വരുമ്പോൾ UPയിൽ 2029 ഏറ്റവും വലിയ സീറ്റ് ഷെയറിംഗ് പരീക്ഷണം ആരൊക്കെ തമ്മിലായിരിക്കും എന്ന് ചോദിച്ചാൽ UPയിൽ ഈ പറയുന്ന അഖിലേഷ് യാദവും കോൺഗ്രസും, അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയും കോൺഗ്രസും തമ്മിലായിരിക്കും. ഇനി ഈ പറയുന്ന ഇപ്പോൾ നടക്കുന്ന ജൻസി കലാപത്തിൻ്റെ സമരവും ആ സമരത്തിന് ശേഷം സഭയിലേക്ക് നരേന്ദ്രമോദിയും വിശിഷ്യ അമിത്ഷായും വന്നില്ല എന്ന് പറയുമ്പോഴും അയോധ്യയിലെ രാമക്ഷേത്ര വിഷയവും ഉറപ്പായി സഭയിൽ കോൺഗ്രസ് അവതരിപ്പിക്കുമെന്ന് മോദിക്കും അറിയാമായിരുന്നു, അമിത്ഷായ്ക്കും അറിയാമായിരുന്നു. അവിടെ കോൺഗ്രസ് പൂർണ്ണമായും പരാജയപ്പെട്ടു. എങ്ങനെയെന്നല്ലേ, ഈ രണ്ട് സഭകളിലും, ലോകസഭയിലും രാജ്യസഭയിലും അമിത്ഷാ വന്നിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ലോകസഭയിലെയും രാജ്യസഭയിലെയും പോട്ടെ, അതിൻ്റെ പേരിൽ ഒരു ചെറിയ പ്രക്ഷോഭം പോലും ഈ പറയുന്ന രാമക്ഷേത്ര വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയോ എന്നുള്ള കാര്യം നമുക്ക് സൂക്ഷ്മമായി, രാമക്ഷേത്ര വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രക്ഷോഭമെങ്കിലും കോൺഗ്രസ് നടത്തിയോ എന്ന് നമുക്ക് സൂക്ഷ്മമായി നോക്കേണ്ടി വരും. ഡൽഹിയിൽ ജൻസി പ്രക്ഷോഭം നടത്തി അതായത് പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് അതിൽ കാഴ്ച നഷ്ടപ്പെട്ട സാബിൻ ലോ ചാബിന് വേണ്ടി രാഹുൽ ഗാന്ധി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയും സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും വരെ രാഹുൽ സമരം ചെയ്തതും ആ സമരത്തിൻ്റെ ഒരു ഇമേജ്, ആ സമരത്തിലൂടെ അദ്ദേഹം ഒരു ഇമേജ് ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. സാധാരണക്കാരന് വേണ്ടി തെരുവിലിറങ്ങുന്ന നേതാവ്, ഇത് യുവാക്കൾക്കിടയിൽ എത്ര സ്വാധീനം ഉണ്ടാക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. തികച്ചും രാഷ്ട്രീയ അരാജകത്വമാണ് ഇതെന്നാണ് BJP ഇതിനെ വിശേഷിപ്പിച്ചത്. ഇത്തരം സമരം ജനം സ്വീകരിക്കില്ല. ഇത് BJPയുടെ പക്ഷം. ഇതിൽ ഏറ്റവും പ്രധാന ചോദ്യം, INDA മുന്നണിക്ക് 2029 വരെ ഒരു മുന്നണി എന്ന രീതിയിൽ നിലനിൽക്കാനാകുമോ എന്നതാണ്. INDA മുന്നണിയെ ഒരു മുന്നണിയായി പ്രക്ഷോഭങ്ങളിൽ മുന്നിൽ നിന്ന് നയിക്കാൻ, അതിലെത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല. അതായത് കൂടെയുള്ള മുന്നണിയിലെ പാർട്ടികളെക്കുറിച്ച് പറയാനാണ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസും പിന്നെ തൃണമൂൽ കോൺഗ്രസും ബംഗാളിൽ ഒരുമിച്ചല്ല. കോൺഗ്രസ്സിന് ഒരിക്കലും തൃണമൂൽ കോൺഗ്രസുമായിട്ട് യോജിച്ച് ബംഗാൾ പോകാൻ കഴിയില്ല. ഇത് 2029 സീറ്റ് തർക്കത്തിൽ വളരെ രൂക്ഷമായിട്ട് തന്നെ മാറും. പിന്നെ കോൺഗ്രസും SPയും തമ്മിൽ UPയിലെ ഇത് അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയും തമ്മിലുള്ള തർക്കം, ഇത് സീറ്റിൻ്റെ മത്സരം തീർച്ചയായിട്ടും ഉണ്ടാക്കും. പിന്നീട് കോൺഗ്രസ്
ലെഫ്റ്റ് പാർട്ടികൾ കേരളത്തിൽ ഒരിക്കലും, അതായത് കോൺഗ്രസ് കേരളത്തിലുണ്ട്, ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ ഒരിക്കലും ലെഫ്റ്റ് പാർട്ടികളുമായിട്ട് യോജിച്ച് പോകാൻ കഴിയില്ല. അതൊരു വേറൊരു അവസ്ഥ. അത് കേരളത്തിലെ അവസ്ഥ. തമിഴ്നാട്ടിൽ കോൺഗ്രസ് വിട്ട് DMK ആയിരിക്കും. അതിനി ഒരിക്കലും ചേർന്ന് പോകാൻ കഴിയാത്ത വിധം അകന്നു കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് കോൺഗ്രസ് 2029 സീറ്റ് തന്നെ ചർച്ച വരുമ്പോൾ അവിടെ കോൺഗ്രസിന് സീറ്റ് ഉണ്ടെങ്കിലും DMK ഇല്ലാതെ കോൺഗ്രസ് അവിടെ എന്ത് കാട്ടാനാണ്? അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനങ്ങളിലെ പാർട്ടികൾ തമ്മിലുള്ള വിഷയമാണ്. അതിൽ നമ്മൾ ഏറ്റവും അവസാനം DMKയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇവിടെ മുന്നണി എന്ന് പറയുന്നത് ഒരു സത്യവും ഘടകകക്ഷികൾ തമ്മിൽ യാതൊരു ചർച്ചയില്ല എന്ന് മറ്റൊരു വശവുമാണ്. അപ്പോൾ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ പ്രശ്നമുണ്ട്. അത് ഇതിനേക്കാളുമൊക്കെ വളരെ രൂക്ഷമാണ്. ഇതൊന്നുമില്ലാതെ ചില സംസ്ഥാനങ്ങളിൽ മറ്റ് പ്രാദേശിക പാർട്ടികളുമായി പോലും കോൺഗ്രസ്സിന് ഒരു ചെറിയ ബാന്ധവം പോലും ഇതുവരെ ഉണ്ടാക്കാനായിട്ടില്ല. കോൺഗ്രസ് തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ അതാത് സ്ഥലങ്ങളിലെ പ്രാദേശിക പാർട്ടികളിലെ ഏറ്റവും വലിയ എതിരാളിയായി ഇതുവരെ തീർന്നിട്ടുള്ളത്. അപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് BJPയെ തോൽപ്പിക്കണം എന്ന് പറയുമ്പോൾ അതാത് സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളുടെ തലത്തിൽ, അതായത് BJP തോൽപ്പിക്കാനായി കോൺഗ്രസ് ഇറങ്ങണം മുന്നണി ഇറങ്ങണം എന്ന് പറയുമ്പോൾ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്തുമ്പോൾ ഒരിക്കലും അഴിക്കാൻ കഴിയാത്ത രീതിയിൽ കുരുക്കായി കോൺഗ്രസ് മറ്റ് ഘടകകക്ഷി മുന്നണികൾ, ആ മുന്നണിയിലെ ഘടകകക്ഷികളുമായി പറഞ്ഞറിയിക്കാത്ത വിധത്തിൽ ബന്ധം വഷളാണ്. ആ രീതിയിലാണ്, അത്ര കണ്ട് സ്വാർത്ഥതയാണ് കോൺഗ്രസ് പാർട്ടിക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ആരെക്കാളും ഉള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളും കോൺഗ്രസും തമ്മിലുള്ള ഏറ്റവും വലിയ വിയോജിപ്പ് ഇന്ത്യ മുന്നണി യോഗം ഈ അടുത്തിടെ ഉണ്ടായപ്പോൾ DMK എന്തായാലും മുന്നണിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആരൊക്കെയോ ഈ മുന്നണി യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും രാഹുൽ ഗാന്ധി വെറും ഒരു പ്രതിപക്ഷ നേതാവാണ് എന്ന് എഴുതിത്തള്ളാൻ BJP ഇതുവരെ ശ്രമിച്ചിട്ടില്ല. BJP അങ്ങനെ ഒരു എഴുതിത്തള്ളൽ രാഹുൽ ഗാന്ധിക്ക് മേൽ ഇതുവരെ നടത്തിയിട്ടില്ല എന്ന വിലയിരുത്തലും പുറത്തു വരുന്നുണ്ട്. അതായത് BJP രാഹുൽ ഗാന്ധി നടത്തുന്ന സമരങ്ങളൊക്കെ തന്നെ വളരെ വലുതായി തന്നെ കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കാണ് എന്നുള്ള സത്യവും അത് മനസ്സിലാക്കിക്കൊണ്ടതിനാണ് BJP അതിനെ കാണുന്നത്. ഇത്രയും പറയുമ്പോൾ BJPക്ക് മുന്നിലുള്ള സാധ്യതകൾ ഇന്ത്യ മുന്നണിയിലെ ഈ വിയോജിപ്പ് തന്നെയായിരിക്കും. കോൺഗ്രസ് എതിരായാൽ SP, പിന്നെ അതുപോലെ തൃണമൂൽ കോൺഗ്രസ്, കോൺഗ്രസ് എതിരായാൽ കോൺഗ്രസിനെതിരെ SP വരും, SPക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് വരും. പിന്നീട് തൃണമൂൽ കോൺഗ്രസ് വരുമ്പോൾ അവിടെ പ്രാദേശിക പാർട്ടികൾക്ക് ഇവർക്കെതിരാകും. പിന്നെ ഇടത് പാർട്ടികൾ കോൺഗ്രസിനെതിരാകും. ഇതെല്ലാം, അതായത് നമ്മൾ പറയുന്ന മണ്ഡലങ്ങളിലുടനീളം SP, TMC ഇവരെല്ലാം തന്നെ സംസ്ഥാനത്ത് ഇടതു പാർട്ടികളൊക്കെ തന്നെ കോൺഗ്രസ്സിനെതിരാകുന്നത് BJPക്ക് പരിപൂർണമായിട്ട് അത് നേട്ടമായി തീരാനാണ് സാധ്യത. അത് നമ്മൾ പറയുന്നത് സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഏതായാലും 2029 മുമ്പ് ഏതായാലും ഇവർ ഒരിക്കലും വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീരെ കുറവാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ പ്രകടനങ്ങൾ വിജയം കണ്ടു എന്ന്, അതായത് ഒരു പ്രതിപക്ഷ മുന്നണി എന്ന രീതിയിൽ ഇന്ത്യ മുന്നണിക്ക് വിജയമായി മാറാനുള്ള സാധ്യത തീരെ കുറവാണ്. അപ്പോൾ ഇന്ത്യ മുന്നണി ഇപ്പോൾ പൂർണ്ണമായും, ഇത്രയും പറയുമ്പോൾ BJPക്ക് മുന്നിലുള്ള സാധ്യതകൾ ഇന്ത്യ മുന്നണിയിലെ ഈ വിയോജിപ്പ് തന്നെയായിരിക്കും. കോൺഗ്രസ് എതിരായാൽ കോൺഗ്രസിനെതിരെ SP-ക്ക് എതിരെ TMC, മറ്റു പ്രാദേശിക പാർട്ടികൾ എതിരായാൽ മറുഭാഗത്ത് ഇടതുപക്ഷം, ഇതെല്ലാം ഇടതു പാർട്ടികൾ, ഇതൊക്കെ തന്നെ കോൺഗ്രസ്സിന് എവിടെ നോക്കിയാലും മണ്ഡലാടിസ്ഥാനത്തിൽ കോൺഗ്രസിന് എതിരുണ്ടാകാനേ സാധ്യതയുള്ളൂ. ഇതെല്ലാം BJPക്ക് നേട്ടമാകും. അപ്പോൾ 2029 മുമ്പ് ഏതായാലും ഇവർ എല്ലാവരും വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, അതായത് 2029 ഘടകകക്ഷികൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് യോജിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രകടനങ്ങൾ വിജയമായി കാണാൻ പ്രതിപക്ഷ മുന്നണി എന്ന രീതിയിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു വിജയമായി മാറാനുള്ള സാധ്യത തീരെ വിരളമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി ഒരു തരത്തിലും യോജിച്ചു പോകാത്ത, ഇന്ത്യ മുന്നണി ഇപ്പോഴും പൂർണ്ണമായി രൂപപ്പെടാത്ത, ഇന്ത്യ മുന്നണി എന്ന പേര് മാത്രമേ ഉള്ളൂ. ഇന്ത്യ മുന്നണി ഇപ്പോഴും പലരും പല തട്ടിൽ തന്നെ നിൽക്കുന്ന അവസരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഈ സമരമാർഗവും പ്രകടനങ്ങളും എങ്ങും എത്തില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും.